നമ്മളപ്പോൾ ഇന്ന് കശ്യപ സംഹിതയിലെ കുറച്ച് പോയിൻറ്റ്സാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്യപ സംഹിത സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ ലേഖനാധ്യായം 18th ചാപ്റ്റർ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. 18th ചാപ്റ്റർ ആണതിൽ ലേഖനാധ്യായം എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. പിന്നെ അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്വേദങ്ങൾ, എത്ര ടൈപ്പ് സ്വേദമാണ് കശ്യപൻ പറഞ്ഞിട്ടുള്ളത്? 8 ടൈപ്സ് ഓഫ് സ്വേദമാണ് കശ്യപൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹസ്തസ്വേദം എന്ന് പറയുന്നത് 4th മന്തിൽ കൊടുക്കുന്നതും, അതേപോലെ തന്നെ പടസ്വേദം എന്ന് പറയുന്നത് 6 years ഓഫ് ഏജിലാണ് കൊടുക്കുന്നത്. 6 years ഓഫ് ഏജിലാണ് കൊടുക്കുന്നത്. അതേപോലെ കൃഷ ആൻഡ് മധ്യമ, കൃഷന്മാരിലും മധ്യമ ബലം ഉള്ളവരിലും ആവസ്തിക സ്വേദനം ചെയ്യാനാണ് പറയുന്നത്. ആവസ്തിക സ്വേദനം ചെയ്യാനാണ് പറയുന്നത്. ഇനി അടുത്തത് കുറച്ച് നമ്പറുകളാണ്. എത്ര നമ്പറുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. സത്വം, സാരം, ഔഷധകൽപ്പന, അപ്രശസ്ത പുരുഷൻ, ഇവരുടെ എല്ലാം നമ്പർ കശ്യപ സംഹിതയിൽ പറയുന്നത്. സത്വം പറയുമ്പോൾ 18 സത്വങ്ങൾ പറയുന്നുണ്ട്. സാരങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ പകുതി 9 സാരങ്ങളെ പറയുന്നുണ്ട്. ഔഷധകൽപ്പന 7 ഔഷധകൽപ്പനകൾ പറയുന്നുണ്ട്. അപ്രശസ്ത പുരുഷൻ 10 അപ്രശസ്ത പുരുഷൻ പറയുന്നുണ്ട്. അപ്പോൾ സത്വം 18, സാരം 9, ഔഷധകൽപ്പന 7, അപ്രശസ്ത പുരുഷൻ 10. ഇനി രാജയക്ഷ്മ, അതിൽ മഹാ അഭയാരിഷ്ടം, ഇന്ദ്രാണികൃതം. അപ്പോൾ ഇനി അടുത്തത് 2 യോഗങ്ങളാണ്. മഹാ അഭയാരിഷ്ടം, അതേപോലെ ഇന്ദ്രാണികൃതം. ഇത് രാജയക്ഷ്മയിൽ പറയുന്ന 2 യോഗങ്ങളാണ്. മഹാ അഭയാരിഷ്ടം, ഇന്ദ്രാണികൃതവും രാജയക്ഷ്മയിൽ പറയുന്ന 2 യോഗങ്ങളാണ്. അതേപോലെ തന്നെ ഗുൽമം എന്ന് പറയുന്ന വ്യാധിക്ക് പറയുന്ന ഒരു യോഗമുണ്ട് സ്പെഷ്യലായിട്ട്. എന്താണ്? അതൊരു ഘൃതമാണ്. എന്ത് ഘൃതം? ശൈശുക ഘൃതം. ഗുൽമത്തിലാണ് പറയുന്നതെന്ന് ഓർത്ത് വെക്കാം. ഇനി അരികീലകം അല്ലെങ്കിൽ ചർമ്മകീലം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബേസും അത് പ്രകുപിതമായിട്ടുള്ള മേധസ്സിനെ ത്വക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വായുവാണല്ലോ. അപ്പോൾ പ്രകുപിതമായ മേധത്തിനെ ത്വക്കിലേക്ക് വായു കൊണ്ടുവന്നിരിക്കുകയാണ്. അത് കർക്കന്തു ഗോസ്തന തുല്യ ശോഫമാണ്. കർക്കന്തു ഗോസ്തന തുല്യ ശോഫം, അതിൻ്റെ ഷേപ്പാണ് പറയുന്നത്. കർക്കന്തു അല്ലെങ്കിൽ ഗോസ്തന തുല്യ ശോഫമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തിന്? അരികീലകം അല്ലെങ്കിൽ ചർമ്മകീലത്തിന്. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കുക. അരികീലം അല്ലെങ്കിൽ ചർമ്മകീലം. എന്താ സ്പെഷ്യലായിട്ടുള്ള ഒരു കമ്പാരിസൺ പറയുന്നത്? കർക്കന്തു ഗോസ്തന തുല്യ ശോഫം. ഇനി അടുത്തതാണ് കൃമിചികിത്സ. കൃമിചികിത്സയിൽ പ്രത്യേകിച്ച് ഒരു വസ്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആർക്കെങ്കിലും ഓർക്കാൻ പറ്റുമോ? കൃമി ചികിത്സയിൽ ഒരു സ്പെഷ്യൽ വസ്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പറയാം എന്ത്? കടുതൈല വസ്തി. ഇനി അടുത്തത് ധൂപനാധ്യായം. അതൊരു സ്പെഷ്യൽ അധ്യായമാണ്. ധൂപനാധ്യായം
ധൂപൻ അധ്യായത്തിൽ എത്ര ധൂപങ്ങളെക്കുറിച്ചായിരിക്കുമല്ലോ ധൂപൻ അധ്യായം പറയാം. അപ്പം എത്ര ധൂപങ്ങൾ പറയുന്നുണ്ട്? 40 ധൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ ധൂപ ആശ്രയവും ധൂപഭേദങ്ങളും ഉണ്ട്. ധൂപ ആശ്രയം എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഏതൊക്കെയാണ്? സ്ഥാവരവും ജംഗമവും. ധൂപ ആശ്രയം എന്ന് പറയുന്നത്. ഇനി ധൂപഭേദം എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഏതൊക്കെയാണ്? ധൂപം, അനുധൂപം, പ്രതിധൂപം. ധൂപം, അനുധൂപം, പ്രതിധൂപം. ഇങ്ങനെ 3 ധൂപഭേദങ്ങളാണ് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്ലീഹ നാശനാർത്ഥം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്ലീഹ നാശനാർത്ഥം ശ്രേഷ്ഠം ആയിട്ടുള്ളതാണ് കടുതൈലം. കടുതൈലാണ് പ്ലീഹ നാശനാർത്ഥം ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇനി അടുത്തത് ഒരു അധ്യായത്തിനെ കുറിച്ചാണ്. നേത്രരോഗത്തിന് വേണ്ടിയിട്ടുള്ള അധ്യായം. അധ്യായത്തിൻ്റെ പേരാണ് ഷഡ്കൽപ അധ്യായം. ഷഡ്കൽപ അധ്യായത്തിലെ നേത്രരോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ചക്ഷുഷ്യം, പുഷ്പകം, മതം, രോചന, രസാഞ്ജന, കഥകഫല എന്നിവയെക്കുറിച്ചൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷഡ്കൽപ അധ്യായം എന്തിനെ പറ്റിയാണ്? നേത്രരോഗങ്ങളെ പറ്റിയുള്ളതാണ് ഷഡ്കൽപ അധ്യായം. ഇനി ഒരു തൈലത്തിനെ കുറിച്ച് പറയാം. പാഞ്ചഭൗതിക തൈലം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നസ്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്തിന്? ഇതുകൊണ്ട് നസ്യം ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയ വിവർധനമാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ വിവർധനം, എല്ലാ പഞ്ചേന്ദ്രിയവും വിവർധനം. പാഞ്ചഭൗതിക തൈലം. ഇനി പല വസ്തികളുടെ ഏജ് പറയുന്നുണ്ട്. ഏജ് പറയുന്നുണ്ട്. എന്താണ്? ഗാർഗ്യൻ എന്ന് പറയുന്ന ആചാര്യം പറയുന്നത് ഡേ 1 തൊട്ട് തന്നെ നമുക്ക് വസ്തി കൊടുക്കാമെന്നാണ് ഗാർഗ്യൻ പറയുന്നത്. ഇനി മദരൻ ഫസ്റ്റ് മന്ത് തൊട്ട് തന്നെ കൊടുക്കാമെന്നാണ് മദരൻ പറയുന്നത്. ഓക്കെ. ആർത്രേയ പുനർവസു പറയുന്നത് 4th മന്ത് തൊട്ട് ആണ് കൊടുക്കണ്ടേ. 4th മന്ത്. പരാശരൻ പറയുന്നത് 3ാമത്തെ ഇയർ തൊട്ടാണ് കൊടുക്കേണ്ടത്. ബേലൻ പറയുന്നത് 6ാമത്തെ വയസ്സ് തൊട്ടാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് കശ്യപൻ പറയുന്നത് അദത്തനോ അന്നഭോക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ക്രൗളിംഗ് സ്റ്റേജ് തൊട്ടേ കൊടുക്കാം. ഇനി മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് ചതുഷ്പാദങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നുണ്ടല്ലോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശ്രേഷ്ഠം എന്ന് പറയുന്നത് രോഗി ആണെന്നാണ് ആരുടെ ഒപ്പീനിയൻ? വൃദ്ധജീവകൻ്റെ ഒപ്പീനിയൻ.
രോഗിയാണ് ശ്രേഷ്ഠം. പക്ഷേ പ്രജാപതിനെ കുറിച്ച് പറയുമ്പോൾ പ്രജാപതിയാണ് അത് പറയുന്നതെങ്കിൽ എപ്പോഴും പറയാം ആരാണെന്നാണ്, ഭിഷക്കാണ് ശ്രേഷ്ഠം എന്നാണ് പറയാം. ഭിഷക്കാണ് ശ്രേഷ്ഠം എന്നാണ് പറയാം. രോഗിയാണെന്ന് ജീവകം പറയുമ്പോൾ ഭിഷക്കാണ് ശ്രേഷ്ഠം എന്നാണ് പ്രജാപതി പറയാം. ഇനി അടുത്തത് നമുക്ക് ഒരു 12 വയസ്സ് വരെ, 12 വയസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയാം ആണെങ്കിൽ 12 വയസ്സ് വരെ നമ്മൾ കണ്ടിന്യൂസ് ഔഷധ പ്രയോഗം ചെയ്യാൻ പാടില്ല. കണ്ടിന്യൂസ് ഔഷധം മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പാടില്ല എന്നും കശ്യപനിധി പറയുന്നുണ്ട്. പിന്നെ ആഹാരത്തിനെ കുറിച്ച് പിന്നെ കശ്യപ സംഹിതയിൽ പറയുന്ന എന്താണ്, സർവഭൂതാനാം സ്ഥിതി കാരണം പ്രാണീനാം പ്രാണധാരണം മഹാഭൈഷജ്യം എന്നൊക്കെ ആഹാരത്തിനെ കുറിച്ച് മഹാഭൈഷജ്യം ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പ്രാണീനാം പ്രാണധാരണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ സർവഭൂതാനാം സ്ഥിതി കാരണം എന്നൊക്കെ ആഹാരത്തിന് പറയുന്നുണ്ട്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒന്നുമില്ല, ചതുർഭദ്ര വസ്തി കൽപ്പത്തിനെ കുറിച്ചാണ്. ചതുർഭദ്ര വസ്തികൽപ്പം. അതിൽ നമുക്ക് 4 അനുവാസന വസ്തി പറയുന്നുണ്ട്. അതേപോലെ 4 ആസ്ഥാപന വസ്തി പറയുന്നുണ്ട്. അതേപോലെ വീണ്ടും 4 അനുവാസന വസ്തി പറയുന്നത്. ഈ ഒരു ഫ്രെയിം വർക്കിൽ പറയുന്നതിനാണ് ചതുർഭദ്ര വസ്തികൽപ്പം എന്ന് പറയുന്നത്. ഇതോടുകൂടെ കശ്യപ സംഹിതയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്.